നമസ്കാരം. വി ഡി ബിൻഡോയാണ്. എല്ലാവർക്കും നവകേരള വിഷനിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, ആ ദുരന്തമുഖത്ത് അകപ്പെട്ടുപോയ മനുഷ്യർ, ആ ദുരന്തമുഖം തകപ്പെട്ടുപോയ മനുഷ്യർക്ക് ഇന്നും അവരുടെ കണ്ണീര് തോരുന്നില്ല എന്നുള്ളതാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി ദുരന്തത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യർക്ക് ഇന്ന് ദിനബത്ത ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അവരിന്ന് വാടക വീടുകളിലാണ് താമസിക്കുന്നത്. അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് സർവത്ര നഷ്ടപ്പെട്ടതിന് ശേഷം വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് സർക്കാർ വാടക കൊടുക്കുന്നില്ല. അവരുടെ കുഞ്ഞുങ്ങൾ പല സ്കൂളുകളിലും അതല്ലെങ്കിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ഫീസ് കൊടുക്കുന്നില്ല. എന്തിനു പറയുന്നു, അവരുടെ ഫുഡ് കാർഡ് കൊടുക്കുന്നില്ല. അതിനൊരു കൂപ്പൺ, നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം തന്നെ സർക്കാർ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് 2000 രൂപയുടെ ഒരു കൂപ്പൺ കൊടുത്തിരുന്നു. ആ കൂപ്പണുകളുമായി മാവേലി സ്റ്റോറുകളിൽ നിന്ന്, സിവിൽ സപ്ലൈ ഓഫീസുകളിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. എന്നാൽ അത് ഒരു തവണ മാത്രമാണ്. പിന്നീട് ഇങ്ങോട്ട് കൂപ്പണുകൾ കൊടുക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ മലയാളികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും ചൂരൽമലയിൽ അകപ്പെട്ടുപോയ ആ ജനങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങളോടൊപ്പം അണിചേർന്ന ജനങ്ങളാണ്. അവർ ചൂരൽമല നിവാസികൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സംഭാവന കൊടുത്തു എന്ന് പറയുന്നത് 740 കോടി രൂപയാണ്. അതായത് ചൂരൽമല മുണ്ടക്കൈയിൽ ദുരന്തത്തിൽ അകപ്പെട്ടു പോയത് 400 കുടുംബങ്ങളാണ്. അതായത് ഒരു കുടുംബത്തിന് 2 കോടി രൂപ വെച്ച് നൽകാനുള്ള വക ഈ കേരളത്തിലെ പൊതുജനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് സംഭാവനയായിട്ട് നൽകിയിട്ടും എന്തേ ചൂരൽമലയിലെ നിവാസികൾക്ക് ഇന്നും ദിനബത്ത കൊടുക്കാൻ കഴിയാതെ, ഫീസ് കൊടുക്കാൻ കഴിയാതെ, അവരുടെ വാടക കൊടുക്കാൻ കഴിയാതെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഫീസ് കൊടുക്കാൻ കഴിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, വല്ലാത്ത ദയനീയതയിലേക്ക് ആ ചൂരൽമല നിവാസികളെ വീണ്ടും വീണ്ടും തള്ളിവിടുന്നു. അവരുടെ കണ്ണീരൊപ്പാൻ ഇനിയെങ്കിലും ഗവൺമെൻറ് നാട്യങ്ങൾ ഒഴിവാക്കിയുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്.